കൃപാസന അമ്മയ്ക്കും ഈശോകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ക്രിസ്റ്റിൻ, ഇതെൻ്റെ മമ്മിയാണ്. ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. എൻ്റെ വിസാ തടസ്സം മാതാവ് അനുഗ്രഹിച്ച് അത് മാറ്റി തന്നതിന് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായി കൃപാസന അമ്മയോട് എനിക്ക് ക്ഷമ പറയാനുണ്ട്. എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു. 2023 ജൂലൈയിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. എന്നാൽ എനിക്കിതിൽ വലിയ വിശ്വാസവും ഒന്നുമില്ലായിരുന്നു. മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, കുടുംബ പ്രാർത്ഥനയിലൊക്കെ കൂടുമായിരുന്നു. എന്നാൽ അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെ പ്രത്യേകമായി നമ്മൾ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് ചോദ്യങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു വിശ്വാസമില്ലായിരുന്നു. എന്നാൽ മമ്മിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. മമ്മിയുടെ വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്. ഞാൻ ഇവിടെ വന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, മമ്മി ഉടമ്പടി എടുക്കാൻ കയറിപ്പോയി. നല്ല തിരക്കായിരുന്നു. ഞാൻ ആ കോണിലിരുന്ന് പുറകിലിരുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ നല്ല ഉറക്കമായിരുന്നു. എന്നാൽ മമ്മി ഇടയ്ക്ക് വന്നിത് കണ്ടപ്പോൾ മമ്മിക്ക് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു. മമ്മി കുറേ വഴക്കും പറഞ്ഞായിരുന്നു എന്നെ. പക്ഷേ എനിക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബിടെക് ആണ് എടുത്തത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് പാസ് ഔട്ടാണ്. ബിടെക് കഴിഞ്ഞ് എംടെക്കിന് ഓസ്ട്രേലിയയിൽ പോകാമെന്നൊരു ആഗ്രഹം എനിക്കൊരു സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ തൊട്ട് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പേരൻസ് എല്ലാവരും ബഹ്റൈനിലാണ്, എൻ്റെ അനിയന്മാരും ബഹ്റൈനിൽ തന്നെയാണ്. ഞാൻ മാത്രം ഇവിടെ നിന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ബിടെക്കിനെതിരെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയും PT എക്സാം എഴുതാമെന്ന് വിചാരിച്ച് എല്ലാം ഞാൻ തന്നെ കോഴ്സ് കണ്ടുപിടിച്ചു, ഞാൻ തന്നെ കോളേജ് കണ്ടുപിടിച്ചു. ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, കുർബാന കൂടുന്നുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് നടന്നു. ഓരോ കാര്യങ്ങളും ദൈവം പെട്ടെന്ന് നടത്തി തന്നു. അതായത് PT എക്സാം എങ്ങനെയാണെന്നറിയില്ല. ഞാൻ 2.5-3 മണിക്കൂറുള്ള എക്സാം ഞാൻ അരമണിക്കൂർ കൊണ്ട് എഴുതി പുറത്തിറങ്ങി. അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. എൻ്റെ പേരൻസൊക്കെ വെക്കേഷൻ വന്ന സമയമായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എക്സാമിന് എനിക്ക് 85 മാർക്ക്. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. അരമണിക്കൂറും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അവിടുത്തെ ടെസ്റ്റ് സെൻറ്ററിലെ ആൾക്കാർ വിചാരിച്ചു, ദൈവമേ ഇവനൊന്നും അറിയില്ലായിരുന്നു എന്ന് വിചാരിച്ചാണ് അവർ നിന്നുകൊണ്ടിരുന്നത്. ഞാൻ മുത്തൂറ്റി പോയിട്ടാണ് എഴുതിയത്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എല്ലാം ശരിയായിക്കോളും. ഓഫർ ലെറ്റർ വരുന്നു, കോളേജിൽ നിന്ന് അക്സെപ്റ്റൻസ് ഫോം വരുന്നു, ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ തന്നെ എല്ലാം നടക്കുന്നു. ഒരു തടസ്സവും ഒരു പ്രശ്നവുമില്ല. എൻ്റെ കൂടെ ഞാനിത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് കൂടി. അതായത് എന്നോട് ചോദിച്ചു ഏത് കോഴ്സാണ്, ഏത് കോളേജാണ്. അപ്പോൾ ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തു, അവരെ അഡ്വൈസ് ചെയ്തു, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇവരെല്ലാവരും ഞങ്ങളിപ്പോൾ ക്ലാസ്സിലൊരു 54 പിള്ളേരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഓൾമോസ്റ്റ് ഒരു 20 പീപ്പിൾ ഇതിനു വേണ്ടി തന്നെ ഇതേ യൂണിവേഴ്സിറ്റിയിൽ ഇതേ കോഴ്സിന് അപ്ലൈ ചെയ്തു. അവസാന ഘട്ടം വിസയ്ക്ക് വെക്കാറായപ്പോൾ എനിക്ക് പ്രാർത്ഥനയിലധികം ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ കാണുമായിരുന്നു, ഭയങ്കര സിനിമ അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ സിനിമ കാണുക, പ്രാർത്ഥന കുറഞ്ഞു, അങ്ങനെ ഇതെല്ലാം കുറഞ്ഞു വന്നിരുന്നു. എന്നാലും കുർബാനയൊക്കെ കൂടുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മതിയെന്ന് ഞാൻ വിചാരിച്ച് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം വിസയ്ക്ക് വെച്ചു. വിസയുടെ റിസൾട്ട് വന്നു. ബാക്കി എല്ലാവർക്കും വിസ അപ്രൂവായി, എൻ്റെ റിജക്റ്റായി. ഞാൻ വല്ലാണ്ട് തകർന്നു പോയി. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മമ്മി പുറത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ PGയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വിളിച്ച് മമ്മിനോട് പറഞ്ഞു, ഇവൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നുമില്ല, ഭയങ്കര വിഷമത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഒരാഴ്ചയ്ക്ക് വന്ന മമ്മിയാണ്, ഇപ്പോഴും തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് ടെൻഷനും വിഷമവും അനുഭവിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇതിനെപ്പറ്റി, ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാരണം അവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരെല്ലാവരും പോയി. അവിടെ ചെന്ന് അവർ കോളേജിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ റിജക്ഷൻ ഫയലുമായിട്ട് ഞാൻ ഏജൻറ്റിൻ്റെ അടുത്തോട്ട് പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഒരു കാലത്തും ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്രയ്ക്ക് വലിയ പ്രശ്നം റിജക്ഷൻസ് വരാറില്ല. സാധാരണ 1-2 മാക്സിമം 3 റീസണൊക്കെയാണ് ഒരാളുടെ റിജക്ഷൻ പേപ്പറിൽ വരാറ്. ആ സ്ഥലത്ത് എനിക്ക് 7 റിജക്ഷൻ റീസൺസാണ് വന്നത്. അതും എനിക്ക് ഒന്നും അറിയില്ല. അതിൽ പറഞ്ഞേക്കുന്നതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് താനും. എന്നാൽ അതൊന്നും കണക്കാക്കേണ്ട, അതൊന്നും നോക്കാണ്ട് പോലെ നേരെ എനിക്ക് റിജക്ഷൻ വന്ന പോലെയായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തോ പ്രശ്നമുണ്ട്, എൻ്റെ പ്രാർത്ഥനയിലെ പ്രശ്നമാണെന്ന് ഞാൻ ഉറപ്പിച്ചു.
ഞാൻ മമ്മീനെ വിളിച്ച് പറഞ്ഞു, മമ്മി ഉടമ്പടി എടുക്കണം, വേറെ വഴിയില്ല. ഇപ്പം ഞാനെല്ലാം കേട്ടോണ്ടിരുന്ന മനുഷ്യൻ അവസാനത്തെ ആശ്രയം കൃപാസനമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ അവിടെ പോയിട്ട് അനാദരം കാണിച്ചിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ആയിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി ഉടമ്പടി എടുക്കാം. മമ്മി അപ്പം തന്നെ ആ ആഴ്ച തന്നെ നാട്ടിലോട്ട് വരികയും 16-ാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രത്യക്ഷ പ്രാർത്ഥന രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, സായന പ്രാർത്ഥന ചെല്ലും, കുമ്പസരിക്കും, കുർബാന കൂടും, കാരുണ്യപ്രവൃത്തികൾ ചെയ്യും. പേപ്പർ വിതരണം ഒന്നും ഒരു നാണക്കേടും ഇല്ലാണ്ട്. ആദ്യമൊക്കെ എനിക്കൊരു മടിയും വല്ലായ്മയും ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പ്രാർത്ഥിച്ച് മാറ്റി എല്ലാവർക്കും പേപ്പർ വിതരണം എല്ലാം ചെയ്തു. 4 സെറ്റ് പേപ്പർ ഞാൻ വിതരണം ചെയ്തു. അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ ഈ റിജക്ഷൻ ഇത് വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു വഴി തുറന്നു കിട്ടുന്നില്ല. അവസാനം ഞാനൊരു 15 കൺസൾട്ടൻസി പോയി കഴിഞ്ഞ് ഞാൻ മടുത്തു. എല്ലാവരും പറയുന്നത് വേറെ ആർക്കൊന്നും ചെയ്യാനില്ല, നിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കൃപാസനത്തിൽ വന്നു. തിരിച്ചൊരു 1 കിലോമീറ്റർ പോയപ്പോഴത്തേക്കും എനിക്ക് ഏജൻറ്റ് വിളിക്കുവാണ്, ക്രിസ്റ്റിനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, നിൻ്റെ കേസ് അവർക്ക് ടേക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്, റീഅപ്ലൈ ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞ് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പ്രാർത്ഥിച്ച് വീട്ടിലോട്ട് പോയി ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നുണ്ട്, എല്ലാവരും ചോദിക്കും, നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചോദിക്കുന്നുണ്ട്, എന്തായി, വിസ റിജക്റ്റ് ആയല്ലേ, ഇനി എന്താ പ്ലാൻ, വേറെ കൺട്രി നോക്കാൻ മേലെ. പക്ഷേ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ല, ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് നിനക്ക് ചിലപ്പോൾ വിധിച്ചിട്ടുണ്ടാവില്ല, നിനക്ക് ചിലപ്പോൾ വേറെ ആയിരിക്കും ദൈവം വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല, മാതാവ് തരും, മാതാവ് എനിക്കത് നേടിത്തരും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. വലിയ വിശ്വാസമൊന്നും എനിക്കില്ല, എന്നാലും ഞാനിങ്ങനെ പറയുന്ന രീതിയിലെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, മാതാവ് എനിക്ക് തരുമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 28-ാം തീയതി ജനുവരി എൻ്റെ ഒരു ഫ്രണ്ട് അതിരാവിലെ എനിക്ക് മെസ്സേജ് ഇടുവാണ്. ഒരു ഏജൻറ്റിൻ്റെ പേരും എനിക്കറിയില്ല, ആ ഏജൻറ്റിനെ അറിയില്ല, അവർക്കും കറക്റ്റ് അറിയില്ല, ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവരുടെ ഒരു അങ്കിളാണ്. അപ്പോൾ അങ്കിളുടെ നമ്പർ എനിക്ക് അയച്ചു തന്നു. ഞാൻ അങ്കിളിനെ വിളിച്ചു, കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പാണ്. ഞാൻ അങ്കിളിനെ വിളിച്ചു, അങ്കിൾ കാര്യങ്ങളെല്ലാം കേട്ടു, ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവരൊന്ന് അനലൈസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സമയമെടുത്തു. കുർബാന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നു. അപ്പോൾ അവർ പറയുകയാണ്, നിൻ്റെ കേസ് ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് എടുക്കണമെങ്കിൽ അടുത്ത തടസ്സങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കുറേ എണ്ണം മിസ്സിങ്ങും ആയിരുന്നു, കുറേ വെക്കാനുണ്ടായിരുന്നു, കുറേ നോട്ടറൈസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കൃപാസന അമ്മയുടെ ഉടമ്പടിയിൽ കിട്ടിയ കാശ് രൂപവും കൈ പിടിച്ചുകൊണ്ടാണ് എല്ലായിടത്തും നടക്കുക. ആ സമയത്തൊക്കെ ഞാൻ ഫുൾ പ്രാർത്ഥനയും ഇത് ടീഷർട്ടയിൽ കൊളുത്തിയിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നോട്ടറൈസ് ചെയ്യണം. വൈകുന്നേരം നോട്ടറൈസ് ചെയ്യാൻ കൊടുക്കണം, നോട്ടറൈസ് ചെയ്ത് കിട്ടണം എനിക്ക്. പക്ഷേ അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ മുദ്രപേപ്പർ കിട്ടുന്നില്ല എവിടെയും. 5-6 കടയിൽ ഞാൻ പോയി നോക്കി, ഒരിടത്തും മുദ്രപേപ്പർ കിട്ടാനില്ല. അന്ന് ഞങ്ങൾക്കറിയാത്ത ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ ചെല്ലുവാണ്. ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റിൻ്റെ കടേൻ്റെ മുകളിൽ അഡ്വക്കേറ്റിൻ്റെ ഓഫീസാണ്. ഞാൻ അവിടെ ചെല്ലുന്നു. ഈ മനുഷ്യൻ, ഞങ്ങളെ ഒരു പരിചയവും ഇല്ല. ഈ മനുഷ്യൻ എന്നോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ സ്റ്റാമ്പ് പേപ്പർ കിട്ടുന്നില്ല, മുദ്രപേപ്പർ കിട്ടാണ്ട് നടക്കില്ല, എനിക്കൊരു അഫിഡവിറ്റ് ചെയ്യണം. അപ്പോൾ പുള്ളി വിളിച്ച് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ ഷോപ്പ് ഓണർ പറയുവാണ് അവരുടെ അവിടെ സ്റ്റാമ്പ് പേപ്പർ ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ സമ്മതിച്ചില്ല. അഡ്വക്കേറ്റ് സാറ് തന്നെ നടന്ന് വെയിലത്തുച്ചയ്ക്ക് സാറ് തന്നെ പോയിട്ട് എനിക്ക് വേണ്ടി ആ പേപ്പറുകൾ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ അഫിഡവിറ്റ് റെഡിയാക്കി സൈൻ ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ ഡോക്യുമെൻറ്റ്സും എനിക്ക് അന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ വിളിച്ച അങ്കിള് ആദ്യം എന്നോട് പറഞ്ഞൊരു വചനമായിരുന്നു, നെഹമ്യ 8:2. അപ്പം എനിക്ക് ഉറപ്പായി ആളൊരു വിശ്വാസിയാണ്. പുള്ളി പറഞ്ഞത്, ദേവാലയത്തിൻ്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിന് ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിൻ്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്തും നൽകിയാലും എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ പുള്ളി പറഞ്ഞു. എന്നിട്ട് നമുക്ക് നിൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് കേസ് റീഫയൽ ചെയ്യാൻ പറ്റി. എൻ്റെ വിസ, അതായത് ആരും എടുക്കില്ലായിരുന്നു, 7 റിജക്ഷനോടെ ആരും റീഫയൽ ചെയ്താൽ കിട്ടില്ല, നടക്കില്ല എന്ന് പറഞ്ഞത് 48 മണിക്കൂറും കൊണ്ട് റീഫയൽ ചെയ്യാൻ പറ്റി. അങ്ങനെ 31-ാം തീയതി ജനുവരി ഇത് റീഫയൽ ചെയ്തു. റീഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടെൻഷൻ കൂടുകയാണ്. ഓരോ ദിവസം പോകും തോറും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 15 ദിവസത്തിനുള്ളിൽ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അത് നടന്നില്ല. 16-ാമത്തെ ദിവസമായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മുട്ടുകുത്തി കരഞ്ഞ് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു, കരുണക്കൊന്ത ചെല്ലുമായിരുന്നു, വചനങ്ങൾ ചൊല്ലി കുറേ പ്രാർത്ഥിക്കുമായിരുന്നു. തടസ്സങ്ങൾ മാറാൻ കുറേ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ധൈര്യം കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ
പിന്നെയും കുറേ ഇങ്ങനൊരു മൂവ്മെൻ്റ് ഇല്ലയെന്ന് കാണുമ്പോൾ ഞങ്ങൾ രണ്ടാമത് കൃപാസനത്തിൽ വന്നു. ഞാൻ പറഞ്ഞു, അമ്മേ നമുക്ക് കൃപാസനത്തിൽ പോവാം, എന്തായാലും അടയാളം കിട്ടിയതാണ് ആദ്യം പോയപ്പോൾ, ഇനി പോയാലും കിട്ടും എന്ന് പറഞ്ഞ് രണ്ടാമത് പിന്നെയും വരുന്നു. ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, തിരിച്ചൊരു 10 കിലോമീറ്റർ അടുത്ത പള്ളിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഏജൻറ്റ് വിളിക്കുവാണ്, യൂണിവേഴ്സിറ്റി വിളിക്കുവാണ്. യൂണിവേഴ്സിറ്റി പറയാണ്, ക്രിസ്റ്റിനെ നിൻ്റെ കേസിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, നിൻ്റെ നമുക്ക് റീഅപ്ലൈ ചെയ്യാം. അവരറിഞ്ഞിട്ടില്ല ഞാൻ റീഅപ്ലൈ ചെയ്തു എന്ന്. അപ്പം നിൻ്റെ കേസ് ഞങ്ങൾ റീഅപ്ലൈ ചെയ്യാം, നിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞ് അവർ ഭയങ്കര സപ്പോർട്ട് കാണിക്കാൻ തുടങ്ങി. എനിക്കറിയില്ല, അവർ ഒരു സ്റ്റുഡൻറ്റിനെ വേറെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാക്കി സ്റ്റുഡൻസിനോടൊക്കെ അവർ നടക്കില്ല, റീഫണ്ട് തരാം, നിങ്ങൾ വേറെ യൂണിവേഴ്സിറ്റി നോക്കിക്കോ എന്ന് പറഞ്ഞ് വിട്ടു. എൻ്റെ കേസ് അവർ ടേക്കപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ ഒരു പ്രശ്നം പിന്നെ അടുത്ത തടസ്സം വരുന്നത്, ഏജൻറ്റിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അപ്ലൈ ചെയ്തു എന്ന്. അപ്പോൾ ഇവരുടെ മുന്നിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, അവർക്ക് വേണമെങ്കിൽ എൻ്റെ ഓഫർ ലെറ്റർ ക്യാൻസൽ ചെയ്യാം അപ്പം തന്നെ. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിസയ്ക്ക് വെച്ചതും ക്യാൻസലായി പോവും, ഞാൻ ഈ പൈസ ചിലവാക്കിയതും എല്ലാം വെറുതെ ആവും. അപ്പോൾ എനിക്ക് അടുത്ത ടെൻഷനായി. പിന്നെയും കുറേ പ്രാർത്ഥിച്ച് അവസാനം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ഞാനും മമ്മിയും കൂടെ ഏജൻസിയിലോട്ട് പോവുകയാണ്, ഇവരോട് പറയാം എന്ന് തന്നെ വിചാരിച്ച്. ബിക്കോസ് ഇവരുടെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു. ഒരു കാലത്തും സൗമ്യതയോടെ സംസാരിക്കാത്ത ഒരു മിസ്സ് അന്ന് ദൈവം, എനിക്കറിയില്ല, മാതാവ് സംസാരിച്ച പോലെ എന്നോട് സംസാരിച്ചു. മോനെ നീ ടെൻഷൻ അടിക്കണ്ട, നീ ചെയ്തല്ലേ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അപ്പം ദേഷ്യപ്പെടുന്ന മിസ്സ് അന്ന് പറയാം, മോനെ നിനക്ക് എങ്ങനെയെങ്കിലും കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കാൻ, നീ ദൈവത്തിൽ പ്രാർത്ഥിച്ചോ, നിനക്ക് കിട്ടും എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ തന്നെ യൂണിവേഴ്സിറ്റീനെ വിളിച്ച് കൺവീൻസ് ചെയ്ത് എൻ്റെ കാര്യം റെഡിയാക്കി തന്നു. അങ്ങനെ ആ തടസ്സം മാറി കിട്ടി, ദൈവം അനുഗ്രഹിച്ച്. പിന്നെ ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കുറേ നാൾ നീണ്ടു നിന്നെങ്കിലും അവസാനം എൻ്റെ COE ഓഫർ ലെറ്റർ വാലിഡിറ്റി കഴിയാറായി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെസ്സേജ് വന്നു, വാലിഡിറ്റി കഴിയാറായി, പുതിയ COE വേണം. അങ്ങനെ വരുന്ന പുതിയ ഓഫർ ലെറ്റർ എടുക്കണമെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരുന്നു, ഫീസ് അടച്ചായിരുന്നു, ഇതെല്ലാം എനിക്ക് പ്രശ്നമാകും. മെഡിക്കൽ ഇൻഷുറൻസിന് എൻ്റെ ഫ്രണ്ട് ഇതുപോലെ റിജക്റ്റ് ആയി കഴിഞ്ഞ് അവൻ വെച്ചിട്ട് ഇതുവരെ അവൻ അവിടെ നിന്ന് ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ല. ഒരു 3 ആഴ്ച കഴിഞ്ഞു. എന്നാൽ ഞാൻ ഒരു സാറ്റർഡേ ഒരിക്കലും ഒരു കമ്പനിയും വർക്ക് ചെയ്യുന്നല്ല. സാറ്റർഡേ രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഭൂപ്പയിലോട്ട് വിളിച്ചു ചോദിച്ചു, എൻ്റെ കാര്യം ഇങ്ങനെയാണ്, എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതും ആ മിസ് ആ കോളിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്കെൻ്റെ ഇൻഷുറൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു, അതായത് അടുത്ത ജൂലൈയിലോട്ട്. അപ്പോൾ എൻ്റെ അതുവഴി വലിയൊരു അത്ഭുതം നടന്നു. അപ്പോൾ ഒരിക്കലും നടക്കുന്നല്ല, വേറെ ആരുടെയും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, അവർ കോൾ പോലും എടുക്കത്തില്ല. മെയിൽ കാണുന്നത് പോട്ടെ, 15 ദിവസം എടുക്കുമെന്ന് പറഞ്ഞ കാര്യം എനിക്ക് 2 മിനിറ്റ് കൊണ്ട് നടന്നു കിട്ടി. എനിക്ക് പിന്നെ ഒരു ധൈര്യമുള്ളതെന്ന് വെച്ചാൽ ടൈം ഷോർട്ടനിങ്ങും ലൈറ്റ് വെയ്റ്റ് ആക്കുന്നതുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യമെന്ന് അച്ഛൻ ധ്യാനത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങിയതും പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെ നിന്നതും. അത് രണ്ടും എനിക്ക് നടന്നു കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെയും ദിവസങ്ങൾ പോകുന്തോറും എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു വിഷമവും ദേഷ്യവും വരുന്നുണ്ട്. എന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ഒരു ദിവസം അമ്മ പറയുവാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ കൃപാസന മാതാവുണ്ടല്ലോ, മാതാവിൻ്റെ പടം ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ വരയ്ക്കും, വലിയ വരക്കാരനൊന്നുമല്ല, കുറച്ച് വരയ്ക്കും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ കൃപാസനം അമ്മയുടെ ഫോട്ടോ വരയ്ക്കാൻ പറഞ്ഞു, നീ വരച്ചു നോക്ക്, നീ വരയ്ക്ക് ഒരു അത്ഭുതം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസിൽ വിളിച്ച് ചോദിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ മുകളിൽ പോയി കഥ അടച്ചു, റൂമിലിരുന്ന് എൻ്റെ പുസ്തകം, ഞാൻ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. വചനം ഇങ്ങനെ 33 വട്ടം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പുസ്തകത്തിൽ തന്നെ എടുത്ത് ഞാൻ കൃപാസന അമ്മേനെ വരച്ചു. മാതാവിൻ്റെ പടം ഞാൻ വരച്ചു കഴിഞ്ഞ് പെൻസിൽ വെച്ച് എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വരുവാണ്, എനിക്ക് മാർച്ച് 15-ാം തീയതി വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നേക്കുവാണെന്ന്. അപ്പോൾ എനിക്ക് പുതിയ പ്രത്യാശയായി. പിന്നെ മാർച്ച് 15 വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ ഇതിനു മുമ്പ് എൻ്റെ വിസയ്ക്കൊരു തീരുമാനം വരണേന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് 3ാമത് കൃപാസനത്തിൽ പിന്നെയും വന്നു. ഇനി എനിക്ക് വിസ ഗ്രാൻഡ് ആവാനേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, മാതാവേ എടുക്കുന്ന ആൾ ഏറ്റവും അനുയോജ്യമായുള്ള ഒരാളാകണമേ, അമ്മ സഞ്ചരിച്ച് പോയി എനിക്കിത് എടുത്തു തന്ന് എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷിയാക്കി മാറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 40-ാം വെള്ളിയാഴ്ച ഞങ്ങൾ പള്ളിയിൽ നിന്നുകൊണ്ട് കുരിശിൻ്റെ വഴി കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ഫോൺ വല്ലാണ്ട് മെസ്സേജ് അടിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എന്താണാവോ എന്ന് വിചാരിച്ച് കുരിശിൻ്റെ വഴി കഴിയട്ടെ. കഴിഞ്ഞ് ഞാനും മമ്മിയും പള്ളിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യവും പള്ളികളിലാട്ടോ നടക്കുന്നത്. കോള് വരാണെങ്കിലും പള്ളിയിൽ നിന്ന്, മെയിൽ വരുവാണെങ്കിലും പള്ളിയിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഒരു 30-31 പള്ളിയിലൂടെ ഞങ്ങൾ തീർത്ഥാടനം നടത്തി. വീട്ടുകാരൊക്കെ ഇടയ്ക്ക് കളിയാക്കും, നിങ്ങളിങ്ങനെ നടന്നോ, നിങ്ങൾ പള്ളി സകല പള്ളികളിലും കയറി നടന്നോ എന്ന് പറയുമായിരുന്നു. എന്നാലും ഞങ്ങളതൊന്നും ഭയവയ്ക്കാണ്ട്, ബിക്കോസ് ആശ്വാസം കിട്ടുന്നത് എങ്ങനെയാണോ ഞങ്ങളപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം പള്ളിയിൽ നിന്ന്. അതുപോലെ തന്നെ എൻ്റെ വിസയും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. 22-ാം തീയതി എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആക്കി കിട്ടി. എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ജൂലൈ ഇൻടേക്കിലോട്ട് യൂണിവേഴ്സിറ്റി എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നലെ തൊട്ട് എൻ്റെ വിസ അടിച്ചു തന്നു. എനിക്കിനി 3 മാസം മുന്നേ ഉണ്ട്. ഞാനിത് മാതാവ് തന്നെ അനുഗ്രഹമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഇതുവഴി എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് വെച്ചാൽ, പ്രാർത്ഥന വളരെ കുറവായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, എന്നാൽ തീക്ഷ്ണത കുറവായിരുന്നു. എന്നാൽ എനിക്ക് മാതാവ് വഴി എനിക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ഒരു അണുവിട തെറ്റിക്കാണ്ട് ഞാൻ കാണാൻ പഠിച്ചു. ഇപ്പോൾ ബസ്സിൽ പോവുകയാണെങ്കിലും യാത്ര ചെയ്യുവാണെങ്കിലും ഞാനത് ചൊല്ലിക്കൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വിശ്വാസമായി മാറിക്കഴിഞ്ഞു. വിശ്വാസ പ്രമാണം 33 വട്ടം ചെല്ലുക. 33 വട്ടമല്ല, എത്ര വട്ടം ചെല്ലിയെന്ന് എനിക്ക് പോലും ഒരു പിടുത്തമില്ല. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പുകൾ ഒടിക്കുകയും ചെയ്യുന്നതിനെ പേര് ചൊല്ലി വിളിച്ച് ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും. ഈ ഒരു വചനം 1000 അല്ല 1000 കവിഞ്ഞ് എത്രയോ പ്രാവശ്യം ഞാൻ എഴുതി കഴിഞ്ഞു. ഇത്രയും ആത്മീയമായി വളരുവാൻ എനിക്ക് സഹായം ലഭിച്ചു. എന്നെ ഈ വിശ്വാസത്തിൽ നിർത്തിയതും ഞാനിവിടെ വരാൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. കൃപാസന അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് ലഭിച്ച ഒരു വിസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൻ്റെ സാക്ഷ്യമാണ്. അപ്പം വളരെ വ്യക്തമായിട്ടും ബോധ്യത്തിൽ നിന്നാണ് സംസാരിച്ചതെന്നുള്ള കാര്യം നമുക്കത് സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ഉടമ്പടിയെ വ്യക്തമായിട്ട് കുറച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു സാക്ഷ്യം ഗൗരവത്തോട് പറയുമ്പം അവരിതിനെക്കുറിച്ചൊരു സ്വാഭാവികമായിട്ട് അവരിങ്ങനെ ഒരു റിസർച്ച് നടത്തുന്ന പോലെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ടൈം ഷോർട്ടണിങ്ങിൻ്റെ പ്രാർത്ഥനയാണ്, ലൈറ്റ് വെയ്റ്റണിങ്ങിൻ്റെ പ്രാർത്ഥനയാണ് എന്നൊക്കെയുള്ള വാക്കുകൾ ഈ ഉടമ്പടി ആരാധനയിൽ നിന്നും ക്ലാസ്സിൽ നിന്നൊക്കെ ഇവർ ക്യാച്ച് ചെയ്തെടുത്ത് അതൊക്കെ ലൈഫിൽ നടന്നു എന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് ഉടമ്പടിയിലെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ഒരു ജീവിത അനുഭവം നമ്മുടെ മുൻപിൽ വെച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിൽ അത് പ്രതിപാദിക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് ഓരോ സമയത്തും അവസാനം പറഞ്ഞതുപോലെ ഒരു ദേവാലയവും കൃപാസനത്തിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ നോക്കിക്കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയൊരു ഉറപ്പാണ്. ഓരോ പ്രാവശ്യവും അതിനർത്ഥം പ്രതിസന്ധികളില്ലെന്നല്ല, ഓരോ പ്രാവശ്യവും ഓരോ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും കൂടുതൽ പ്രാർത്ഥിച്ച് അപ്പം വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ കേട്ട് ഇത്രയും ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ അപ്പം ഓരോരുത്തർക്കും ആവശ്യം എന്താണെന്ന് ഉള്ളതെന്നുള്ള ചോദ്യത്തിനറിയാം. എല്ലാവർക്കും ആവശ്യമെന്ന് പറയുന്നൊരു ദൈവാനുഭവമാണ്. ഉടമ്പടി എന്ന ഒരു അത്ഭുത പ്രാർത്ഥന ഒരു വ്യക്തിക്ക് നൽകുന്നതും ഇതുപോലെ ഹൃദയം നിറഞ്ഞ് ബോധ്യത്തോടെ പറയുവാനായിട്ടുള്ള ഒരു സോളിഡായിട്ടുള്ള, ഒരു പക്ഷേ അത് കേൾക്കുന്ന നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതവർക്കൊരു പ്രശ്നമേ അല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ദേവാലയത്തിലും എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നുമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും ബോധ്യത്തോടു കൂടി ഒരു ദൈവാനുഭവം ഒരാൾക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഉടമ്പടി അത് ഏറ്റവും മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അത് ചെയ്യുന്നു. ഏറെ പ്രത്യേകിച്ച് എല്ലാ സാക്ഷ്യവും ആരംഭിക്കുന്ന പോലെ ഇതും ഇവിടെ കുട്ടികൾ എപ്പോൾ സാക്ഷ്യം പറഞ്ഞാൽ അതൊരു അമ്മയുടെ ഉടമ്പടിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഭൂരിഭാഗം സാക്ഷി ഇതുപോലും അമ്മയാണ് ഉടമ്പടി എടുത്തതും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും ഇങ്ങോട്ട് പറഞ്ഞയച്ചതും പിന്നീട് വ്യക്തിപരമായിട്ട് അവൻ എടുത്തതിന് ശേഷം വ്യക്തിപരമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഡീസൻ്റായിട്ട് വളരെ ഗൗരവത്തോടു കൂടി ചെയ്തു എന്നുള്ളതാണ്. അപ്പം അത്രയും ഗൗരവത്തോടു കൂടി ദൈവികമായ കാര്യങ്ങൾ ഒരു ചെറുപ്പക്കാരൻ ഒരു വ്യക്തി എടുക്കുമ്പം ദൈവവും അവൻ്റെ വിഷയങ്ങളെ ഗൗരവമായി എടുക്കും. അതുതന്നെയാണ് ഇതിൻ്റെ യുക്തിയും ദൈവത്തിൻ്റെ ലോജിക്കും എന്ന് പറയുന്നത്. നിങ്ങൾ ക്ഷമിച്ചാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും, നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയുന്നുള്ള കർത്താവിൻ്റെ അതേ ലോജിക്ക് തന്നെയാണ് ഉടമ്പടിയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതും. ഏറെ പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച വിശ്വാസത്തിൻ്റെ കൂടുതലായിട്ട് ലഭിച്ച തീക്ഷ്ണതയും ഒപ്പം ലഭിച്ച ഈ വലിയ അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.